സുൽത്താൻ ബത്തേരിയിൽ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുന്നു. നൂൽപ്പുഴ പുഴങ്കുനി സങ്കേതത്തിലുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. പനമരം മാത്തൂർ വയൽ ആദിവാസി നഗറിലെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. 30-ലധികം കുടുംബങ്ങൾ പ്രളയഭീഷണിയിലാണ്. വെള്ളം കയറിയ പ്രദേശത്തു നിന്നും ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ആദിവാസി ഊരിലാണ് വലിയ തോതിൽ ദുരിതമുണ്ടായിരിക്കുന്നത്. പലരെയും മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര കുടുംബങ്ങൾ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു? എവിടേക്കാണ് ഇവരെ മാറ്റുന്നത്? എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? സ്മൃതി, വയനാട് സുൽത്താൻ ബത്തേരിയിലെ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് പുഴങ്കുനിയിലെ ആദിവാസി നഗറിൽ ഇത്തരത്തിൽ വെള്ളം കയറിയതും തുടർന്ന് അവിടെയുള്ള വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പനമരത്തിനടുത്തുള്ള മാത്തൂർ വയൽ എന്ന ആദിവാസി നഗറിനടുത്താണ്. ഇവിടെ 30-ലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവർ എല്ലാ വർഷവും ഇതുതന്നെയാണ് ഇവരുടെ അവസ്ഥ. കാരണം പുഴയോട് ചേർന്ന സ്ഥലത്താണ് ഇവരുടെ ഈ ആദിവാസി നഗർ. ഇവിടെ 30-ലധികം കുടുംബങ്ങളുണ്ട്. ചെറിയ ഒരു മഴ പെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം ഇരച്ചെത്തുക, വീടിന് ചുറ്റും വെള്ളമാകുക, അതുപോലെ തന്നെ വീടിനകത്തേക്ക് വെള്ളം എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. നിരവധി തവണ ഇത് അധികൃതരെ അറിയിച്ചതാണ്. അവർ ആരും തന്നെ ഇവിടെ എത്തിയില്ലെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ആദിവാസി നഗറിലുള്ള ഒരു വീട്ടിലാണ്. ഇവിടെ ആളുകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വീടുകളുടെ തറകളിൽ വരെ അകത്തേക്ക് വരെ വെള്ളം എത്താൻ തുടങ്ങി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പുഴയാണ്. ആ പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഈ ആദിവാസി നഗറിലുള്ള വീടുകൾ. ഇവിടെയെല്ലാം തന്നെ വെള്ളം എത്തിക്കഴിഞ്ഞു. നിരവധി തവണ അധികൃതരോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരാളുണ്ട് നമ്മളോട് പ്രതികരിക്കാനായി. നിങ്ങൾ പറഞ്ഞിരുന്നു, മെമ്പറോട് പറഞ്ഞിരുന്നു വെള്ളം കയറി? മെമ്പർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നും പറഞ്ഞില്ല. പിന്നെ വെള്ളം ഇങ്ങോട്ട് വീട്ടിലേക്ക് അകത്തേക്ക് കയറാനാകുമ്പത്തിന് അവരെ വിളിക്കാനാ പറഞ്ഞത്. എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ? എങ്ങനെ വെള്ളം കയറും. കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഇവിടം വരെ ഉണ്ടായിട്ടുള്ളൂ. 2018 വെള്ളം കുറെ കയറിയില്ല, പ്രളയം വന്നില്ല. അപ്പോൾ ഈ വീടിന്റെ അപ്പുറം കൂടി വെള്ളം പോകും. എല്ലാ വർഷം ഇങ്ങനെ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് വീടിനകത്തേക്ക് വെള്ളം എത്തുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ? എന്തൊക്കെ ചെയ്യാം? വെള്ളം വരുമ്പോ പോകും, വെള്ളം കുറയുമ്പോ വരും. അത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് മാറി താമസിക്കണം ആഗ്രഹമുണ്ടോ? അത് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയാം, പോയി കഴിഞ്ഞാല് ഞങ്ങൾക്കൊരു ബാത്റൂമിനിടയല്ല, മുറ്റത്തിനിടയല്ല, ഈ 3 സെന്റിൽ വീടും വെച്ച് കെട്ടി തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു മരിച്ചു പോയാൽ കുഴിച്ചിടാനൊരു സ്ഥലമല്ല. അങ്ങനെയൊക്കെ ആയിപ്പോവും. അതാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാത്ത, വേറൊന്നല്ല. സ്ഥലം കിട്ടിയാൽ നിങ്ങൾ മാറും? നല്ല സ്ഥലമൊക്കെ കിട്ടുകയാണെങ്കിൽ മാറാന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ സൗകര്യം പോലെ കിട്ടൂല എന്ന് മാത്രം. എല്ലാ വർഷവും വെള്ളം കയറുന്ന സമയത്ത് ക്യാമ്പിലേക്കല്ലേ? ഇവിടെ പനമരം. നല്ല സ്ഥലം കിട്ടുകയാണെങ്കിൽ മാറും. ഇതൊക്കെ ഞങ്ങൾ വെള്ളം വന്നാലും കൂടിയിട്ട് ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഓരോ പ്രസിഡന്റ് സ്ഥലം വാങ്ങിക്കൂടിയതാ. വീട് ഇവിടെ 10-35 വീടുണ്ട്. കുട്ടികളും ചെറിയ കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ അതൊരു വലിയ പേടി. ഒരിക്കൽ മുന്നേ അവരങ്ങ് പോകും. പിന്നെ അതിന്റെ പുറകെ ഞങ്ങളും വെള്ളം കൂടി വരുമ്പോ ഞങ്ങളും പുറകെ പോകും. ട്രൈബൽ പ്രൊമോട്ടറൊക്കെ അറിയിച്ചോ? അവരൊക്കെ വന്ന് അറിയണ്ടേ അല്ലേ? മഴ പെയ്യുമ്പോ അവര് പ്രൊമോട്ടർ ഉള്ളതും കണക്കാ, മെമ്പർ ഉള്ളതും കണക്കാ. ഇവിടെ അങ്ങനെയാണ്. വെള്ളം കയറുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ മാറണം കേട്ടോ. മാറും. അവര് ഉച്ചയാകുമ്പത്തിന് വെള്ളം അകത്തേക്ക് എത്തുകയാണെങ്കിൽ അങ്ങോട്ട് വിളിക്കാനാ പറഞ്ഞേ. സ്മൃതി, അത് തന്നെയാണ് ഇവർ പറയുന്നത്. ഇവർക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള സൗകര്യം അധികൃതർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് മാറി താമസിക്കണമെന്നുണ്ട്. ഏകദേശം 30-ലേറെ കുടുംബങ്ങളുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് വയലുകൾക്ക് നടുവിലൂടെ പുഴയോട് ചേർന്ന പ്രദേശമാണ്. അതായത് പെട്ടെന്ന് കനത്ത മഴ പെയ്ത് വെള്ളം ഇരച്ചെത്തി കഴിഞ്ഞാൽ ആ ഭാഗമായിരിക്കും ആദ്യം വെള്ളത്തിൽ മൂടുക. അതുകൊണ്ട് തന്നെ ഇവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരും. ഏതായാലും വയനാട് ഈ മാത്തൂർ വയലുള്ള ആദിവാസി നഗറിലുള്ള ഈ ഭാഗത്താണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. മഴ ഇനിയും കനത്താൽ പെട്ടെന്ന് തന്നെ ഇവരുടെ വീടുകൾക്ക് അകത്തേക്കൊക്കെ വെള്ളമെത്തും. ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ചുറ്റിലും വെള്ളമാണ്. 30ഓളം വീടുകളുടെ അകത്ത് വരെ വെള്ളം എത്തുന്ന സ്ഥിതിയെത്തി. സ്ത്രീകളും കുട്ടികൾ അടക്കമുള്ള നിരവധി ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഏതായാലും അധികൃതർ ഉടൻ തന്നെ ഇവരെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സ്മൃതി. ശരി ദീപക് മോഹൻ, പുഴകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആദിവാസി ഊരുകളിൽ നിന്നും നിരവധി പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ചുറ്റും വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് ഊരുകൾ.